അസ്സലാമു അലൈക്കും. പണത്തിൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടുന്നവരും എത്ര കൊടുത്താലും തീരാത്ത കടങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരും, അത് ഇനി ലക്ഷക്കണക്കിന് കടമാണെങ്കിലും തീർച്ചയായും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം. ഒരുപാട് പേർക്ക് ഇതുപോലെ ചെയ്തിട്ട് ഫലം കിട്ടിയ മാർഗമാണിത്. അതുകൊണ്ട് കടങ്ങൾ കൊണ്ട് കരഞ്ഞിരിക്കുന്നവർ ഇത് ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. അതുപോലെ ബാങ്ക് ലോൺ എടുത്ത് കുടുങ്ങിയവരും പണം തിരിച്ചെടുക്കാൻ കഴിയാത്തവരും നമ്മുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് കണ്ണീരോടെ തൗഫീക്ക് ചെയ്ത് ഈ മാർഗത്തിലൂടെ പണം തേടിയാൽ ഈ മാർഗത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് ഇൻഷാ അല്ലാഹ് അവരുടെ കടങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ മാറുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ളതും മനഃപാഠമുള്ള ചെറിയ സൂറത്താണ് അലം നശ്റഹ് സൂറത്ത്. ഈ സൂറത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, തീർച്ചയായും പ്രയാസത്തിൻ്റെ കൂടെ എളുപ്പവുമുണ്ട്. നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും നാളെ ഇതെല്ലാം മാറിമറിയും. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള സുഖമുള്ള സന്തോഷമുള്ള ജീവിതം നമ്മളെ തേടിയെത്തും. കടങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരും പണത്തിൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടുന്നവരും ഫർള് നിസ്കാരങ്ങൾ അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കുക. നിസ്കാരം കഴിഞ്ഞ ശേഷം പതിവാക്കുന്ന പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ ശേഷം അലം നശ്റഹ് 40 വട്ടം ഓതുക. ഒരേ ഇരുപ്പിലിരുന്ന് ഓതുക. ഇതുപോലെ 7 ദിവസം തുടർച്ചയായി മുടങ്ങാതെ ഓതി ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായും നിങ്ങളുടെ കടങ്ങൾ വീടും. നമ്മൾ പോലും ചിന്തിക്കാത്ത വഴിയിൽ നിന്ന് നമ്മുടെ കടങ്ങൾ വീടാനുള്ള മാർഗങ്ങൾ റബ്ബ് തുറന്നു തരും. ഈ സൂറത്ത് പതിവാക്കുന്നവരിൽ ഒരിക്കലും സങ്കടമുണ്ടാകില്ല, ഒരിക്കലും മനപ്രയാസമുണ്ടാകില്ല. അവൻ്റെ എല്ലാ കാര്യവും എളുപ്പമാകും. അവൻ്റെ ഭക്ഷണം വിശാലമാകും. അവൻ്റെ ഹൃദയം വിശാലമാക്കപ്പെടും. അവൻ്റെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കപ്പെടും. ഇനി കടമില്ലാത്ത ആളുകളും പണത്തിന് ബുദ്ധിമുട്ടില്ലാത്ത ആളുകളും ഇങ്ങനെ ചെയ്താൽ അവന് പോലും അറിയാത്ത വഴിയിൽ നിന്ന് സമ്പത്ത് ലഭിക്കും. അതുകൊണ്ട് എല്ലാവരും എല്ലാ ഫർള് നിസ്കാര ശേഷവും 40 വട്ടം പതിവാക്കുക. അതിനും കഴിഞ്ഞില്ലെങ്കിൽ 7 വട്ടം പതിവാക്കുക. അതിനും സാധ്യമായില്ലെങ്കിൽ 3 വട്ടം പതിവാക്കുക. ഇനി രണ്ടാമത്തെ സൂറത്ത് സൂറത്തുൽ വാഖിയയാണ്, സമ്പന്നതയുടെ സൂറത്ത്. മരണം വരെ സുബഹിക്ക് ശേഷമോ മഗ്‌രിബിന് ശേഷമോ 1 വട്ടം പതിവാക്കിയാൽ അവന് മരണം വരെ ദാരിദ്ര്യം എന്താണെന്നറിയില്ല. പണത്തിൻ്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ട് വരില്ല. കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരും കടമില്ലാത്ത ആളുകളും ഈ 2 സൂറത്തുകൾ പതിവാക്കിയാൽ അവരിൽ പണം തേടിയെത്തുന്നതാണ്. ദുആ ചെയ്യുന്നതിനോടൊപ്പം അതിനു വേണ്ടി ശ്രമിക്കുകയും അധ്വാനിക്കുകയും വേണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും.